ചേച്ചി, അതായത് കവിതകളുമായിട്ട് ചേച്ചിക്ക് നല്ലൊരു ആത്മബന്ധം കിടക്കുന്നുണ്ട് അല്ലെ? കവിതകളുമായിട്ട് എന്റെ ഭർത്താവിനാണ് നല്ല ബന്ധമുള്ളത്. ഭർത്താവിന്റെ കവിതകൾ എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ കവിതകളാണല്ലോ. അപ്പൊ ആത്മബന്ധം തനിയെ വളരുമല്ലോ. ഈ അദ്ദേഹത്തിന്റെ കവിത സമാഹാരം അല്ലെ, അതിങ്ങനെ പബ്ലിഷ് ചെയ്യാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണെന്നുള്ള വാർത്ത കേട്ടു. അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ ഒരുക്കങ്ങൾ, എവിടം വരെയായി? അതിപ്പോ എല്ലാ പുസ്തക രൂപത്തിലാക്കാനുള്ളതും CD-ലാക്കാനുള്ള ഒരു പ്ലാനിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ചേച്ചി എഴുതി സഹായിക്കാറുണ്ടോ? പാടി സഹായിക്കും. പാടി സഹായിക്കും. അതിലൊരു ഒരു ഇതിന്റെ ഒരു 4 വരി വേണമെങ്കിൽ ഞാൻ പാടി. പിന്നെ തീർച്ചയായിട്ടും പാടിക്കോ. ഇന്നലെ കണ്ടപ്പോ പറയാൻ മറന്നു ഹൃദയത്തിൻ നൊമ്പരം ഒരു രഹസ്യം. നിനക്കുള്ളിലുണ്ടോ ചിറകടി സ്വപ്നം, ആരാദ്യം പറയും ആ രഹസ്യം, ആരാദ്യം പറയും ആ രഹസ്യം. ഈ കവിത ഇതൊരു പ്രണയാർദ്രമായ ഒരു കവിതയാണ്. അദ്ദേഹം ഇത് എപ്പോഴാണ് എഴുതി തുടങ്ങിയത് ഈ ഒരു കവിത? ഇപ്പൊ ഞങ്ങള് കുറച്ച് കാലമായിട്ട്. അതെ, അപ്പൊ അതായത് നിങ്ങളുടെ ഉള്ളിലെ ആ പ്രണയമാണ് ഇതിലിരിക്കുന്നത്. അദ്ദേഹത്തോട് ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അദ്ദേഹം എന്നോടും ഇഷ്ടമാണെന്ന് പറഞ്ഞില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെന്ന് പറയാണ്ട് നിങ്ങൾ ഒരുമിച്ച് ഇഷ്ടപ്പെട്ട് ജീവിക്കുന്നു. അപ്പൊ നിങ്ങൾ ഇഷ്ടമാണെന്ന് പറയാണ്ട് എങ്ങനെയാണ് കല്യാണം കഴിക്കാന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്? നേരത്തെ രണ്ടുപേരും തുറന്നു പറഞ്ഞ് നല്ല സുഹൃത്തുക്കളായിട്ടാണ് കഴിഞ്ഞു പോകുന്നത്. അതിനിടയിൽ ഞാൻ മാരേജ് കഴിച്ചു, എന്റെ ഹസ്ബൻഡ് മരിച്ചു. അങ്ങനെ മരിച്ചു. അപ്പൊ അതിന്റെ ഇടയിൽ എനിക്ക് എന്റെ ഫാമിലി പ്രോബ്ലംസ് ഒരുപാടുണ്ടായിരുന്നു. അതെല്ലാം ഈ സിനിമ ബ്രേക്കെല്ലാം കഴിഞ്ഞിട്ട് കുറച്ചായിട്ട്. അപ്പൊ അതിന്റെ ഇടയിൽ എനിക്ക് ജീവിക്കണോ മരിക്കണോ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിച്ചേർന്നു. അപ്പോഴാണ് അദ്ദേഹം വീണ്ടും തിരിച്ചു വരുന്നത്, അത് കളിക്കൂട്ടുകാരൻ തിരിച്ചു വരുന്നത്. അപ്പൊ അവർക്ക് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് അവരോട് പറഞ്ഞു, ശ്രീലതയുടെ അവസ്ഥ വളരെ മോശമാണ്, അവൾ ആത്മഹത്യയിലേക്ക് പോകാനുള്ള എല്ലാ വഴികളും ഉണ്ട്, നീ വിചാരിച്ചാലേ അവരെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പൊ അദ്ദേഹം വേറെ കല്യാണം ഇല്ല, അദ്ദേഹം കല്യാണം കഴിച്ചിട്ടില്ല. അദ്ദേഹം മൂകാംബികയിൽ സ്ഥിരമായിട്ട് ഭക്തനായിട്ട് അവിടെ ഇരിക്കുവാണ്, ആധ്യാത്മികതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. കാരണം ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു വല്ലാത്തൊരു മെമ്മറീസ് ലോസ് അല്ലേ, അപ്പൊ അത് താങ്ങാനും അതിൽ നിന്നൊന്ന് പ്രതിരോധിക്കാനും അന്ന് രക്ഷപ്പെടാനും കൂടിയായിരുന്നു അദ്ദേഹം പോയത്. പക്ഷെ അദ്ദേഹം ആത്മീയ വഴിയിലാണെങ്കിലും എന്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം അറിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ചിലപ്പോ എന്നോട് ഇഷ്ടം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചാണ് ഞാൻ എന്റെ കല്യാണം വേറെ കഴിച്ചത്. അപ്പൊ അതിൽ എനിക്ക് പ്രശ്നങ്ങൾ വന്നു. എന്റെ ഇങ്ങനെ ജീവിതം കഴിഞ്ഞു പോവുകയാണ്, ഇങ്ങനെ എപ്പോഴും വേണമെങ്കിൽ ആത്മഹത്യ ചെയ്യാം എന്നൊരു അവസ്ഥയിലാണ് ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്റെ മുന്നിൽ ഇനി ഒന്നും ചെയ്യാനില്ല, ഞാൻ മരിക്കാൻ തന്നെയുള്ള തീരുമാനത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് അവരെന്റെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ എന്താന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിച്ചു, എന്താന്ന് എന്റെ ഉദ്ദേശം അവരോട്. കളിക്കൂട്ടുകാരനാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ നിന്റെ പഴയ കളിക്കൂട്ടുകാരനാണ്, നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ പറയാം. അപ്പോഴെൻ്റെ അതുവരെ ഞാൻ ഒറ്റപ്പെട്ടു എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടായിരുന്നല്ലോ, എന്നെ സഹായിക്കാൻ ആരുമില്ല, എൻ്റെ ആരും എനിക്ക് ബന്ധുക്കളോ ആരും ഇല്ല. അങ്ങനെ നിൽക്കുന്ന ആ സ്റ്റേണിലാണ് ഇവരെൻ്റെ മുന്നിലെത്തുന്നതും ഇത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ ഐസായി. കാരണം എന്നോട് അങ്ങനെ ഒന്ന് ചോദിക്കാൻ, എന്നെ സ്വാധീനിക്കാനെങ്കിലും ഒരാളുണ്ടായില്ലേ എന്നുള്ളൊരിതായി. ഞാൻ പറഞ്ഞു, ഞാൻ മരിക്കും, ഞാൻ എന്തായാലും അങ്ങനെ ഒരു തീരുമാനം എടുത്തു. പിന്നെ എനിക്കിനി അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഇതൊന്നുമില്ല. അപ്പം എന്നോട് പറഞ്ഞു, എന്താ പ്രശ്നം ചോദിച്ചു. ഇനി നമുക്കൊന്നും ആശ്രയിക്കാനില്ല, അത് പിന്നെ നമ്മൾ എന്തിനാ എന്നുള്ളത്. അപ്പം എന്നോട് പറഞ്ഞു, ശരി, അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, നിൻ്റെ അന്ത്യകർമ്മങ്ങൾക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം, എന്തൊക്കെയാണ് നിനക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ അത് പറഞ്ഞു, നിനക്ക് എന്താ വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ പിറ്റത്തെ ദിവസം ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പുള്ളിയുടെ പേരിലേക്ക് ആക്കാനുള്ള പരിപാടിയിൽ പോയപ്പോൾ പുള്ളിക്ക് ഉറപ്പായി ഞാൻ മരിക്കും. അപ്പം പറഞ്ഞു, നീ അങ്ങനെ മരിക്കാനുള്ള ആളല്ല, നീ ജീവിക്കണം, നീ ജീവിച്ച് കാണിക്കണം, നീ ഇതുവരെ ജീവിച്ചതല്ല ജീവിതം, ഇനി ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അങ്ങനെ അദ്ദേഹം എന്നെ കമ്പ്യൂട്ടർ ക്ലാസ്സിന് കൊണ്ടുപോയി ചേർത്തു. ഡാൻസിൽ ഞാൻ നിർത്തിയതായിരുന്നു, അതിലേക്ക് എന്നെ കൊണ്ടുപോയിട്ടു, തുന്നൽ ക്ലാസ്സിന് കൊണ്ടുപോയിട്ടു. അങ്ങനെ എന്നെ ഫുൾ ടൈം എൻഗേജ്ഡ് ആക്കി വെച്ചു, ഫുൾ ടൈം. കാരണം ചേച്ചിക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള എന്റെ ഉള്ളിൽ ഞാൻ എന്തൊക്കെ അടിച്ചമർത്തി വെച്ചിരുന്നു അതൊക്കെ എന്നെ പുറത്തേക്ക് കൊണ്ടുവന്നു. ആ പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ കുറച്ച് എന്തായാലും സമൂഹം പറയുമല്ലോ,
അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കേട്ടു. പക്ഷെ എന്നോട് പറഞ്ഞു ധൈര്യത്തോടെ നിൽക്കുക. അതെ. അപ്പോൾ എനിക്കും മനസ്സിലൊരു ധൈര്യം വന്നു. കാരണം ഒന്നും അല്ലെങ്കിൽ എൻ്റെ കൈപിടിക്കാനും എന്നെ സമൂഹത്തിൻ്റെ മുന്നിൽ, സമൂഹം എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷെ സമൂഹത്തിൻ്റെ മുന്നിൽ നമ്മൾ തെറ്റായിട്ടല്ല ജീവിക്കുന്നത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സമൂഹം എന്ത് പറയും, സമൂഹമാണോ നിനക്ക് ഞാനാണോ വലുത്, നിനക്ക് എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന ചങ്കുറപ്പുള്ള ഒരു ആണിനെയാണ്. അതെ അതെ അല്ലേ? നമ്മൾക്ക് എന്തെങ്കിലും ഒന്ന് പറ്റുമ്പോൾ നമ്മുടെ കൂടെ നിന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്ത് നമ്മളെ കൈപിടിച്ചുയർത്താനുള്ളൊരു, ഞാൻ ആഗ്രഹിച്ചത് അതായിരുന്നു. അതെനിക്ക് കിട്ടി. പിന്നെ ബാക്കിയുള്ളവർ പറയുന്നതിനെ കുറിച്ചിട്ടൊന്നുമില്ല. എൻ്റെ ആ മൈൻഡ്, ആ മരണം എന്നുള്ള ചിന്ത, മരണം ഒന്നെങ്കിൽ ആശ്രമം, ഇതായിരുന്നു എൻ്റെ ചിന്താഗതി. അത് രണ്ടും മാറ്റിവെച്ചു. അത് രണ്ടും ഞാൻ മാറ്റിവെച്ചു. പിന്നെ എന്നെ സജീവമാക്കി. അപ്പം പയ്യെ പയ്യെ പാട്ടിലേക്കും കൂടെ എന്നെ ഒന്ന് രാത്രിയൊക്കെ അമ്മ എന്നോട് പറയും, ഒന്ന് പാട്, ഏതെങ്കിലും ഒരു പാട്ട് പാട്, അത് പാട്, ഇത് പാട്. അങ്ങനെ അപ്പം ഞാൻ പറയും, അത് എനിക്ക് പാടാനൊന്നും, നീ പാട്, നീ പാട്. അങ്ങനെ പറഞ്ഞാണ് ഫിസിക്കലിയും മെൻ്റലിയും എന്നെ ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവന്നത്. അതെ അതെ അതെ. എന്തായാലും അദ്ദേഹത്തിന് ഈ ഒരു അവസരത്തിൽ നല്ലൊരു കൈയടി കൊടുക്കുകയാണ്. കാരണം നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ചേച്ചിയെ ജീവിതത്തിൽ തളരാതെ ഇങ്ങനെ കൂടെ തന്നെ മുന്നോട്ട് കൊണ്ടുവന്ന അങ്ങനെ ഒരു കൂട്ടുകാരൻ, ആ ഒരു കളിക്കൂട്ടുകാരൻ പിന്നെ ജീവിതത്തിലേക്ക് ഇപ്പോൾ ഭർത്താവായിട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ ചേച്ചി അദ്ദേഹത്തിന് വേണ്ടി ഒരു പാട്ട്, ഉച്ചയിനീലെ ഗായിക ഉർവശി എന്നൊരു മാളവിക, ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു. സൂപ്പർ.